നമസ്കാരം. ഇനി പാകിസ്ഥാനികൾ വിറയ്ക്കും. ഇന്ത്യയിലെ ചുണക്കുട്ടികളായ സൈനികർ പാകിസ്ഥാന്റെ മൂക്കിന് തുമ്പിൽ വ്യോമാഭ്യാസം നടത്തി ഇന്ത്യ എന്താണെന്നും ഇന്ത്യയെ തൊട്ടാൽ കത്തിച്ചാമ്പലാക്കുമെന്നും ഓർമ്മിപ്പിക്കുമ്പോൾ പാകിസ്ഥാനികളും സർവവും തന്റെ കൈവെള്ളയിലാണ് എന്ന് അഹങ്കരിക്കുന്ന അസീം മുനീറിന്റെ ഓമന വളർത്തുമൃഗങ്ങളായ തീവ്രവാദികൾക്കും ഉൾപ്പെടെ മുട്ടുകാലിടിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഡിസംബർ 10-നും 11-നും ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാൻ അതിർത്തിക്ക് തൊട്ടരി നടത്താൻ പോകുന്ന ശക്തി പ്രകടനം ദക്ഷിണേന്ത്യയിലെ ശക്തി രീതികളെ തന്നെ പുതുക്കിയെഴുതുന്ന ഒരു ചരിത്ര നിമിഷമാകുമെന്ന കാര്യം ഉറപ്പാണ്. ആകാശരക്ഷയിലെ ആധുനിക സാങ്കേതിക വിദ്യകൾ, റാഫേലിന്റെ കൃത്യത, സുഖോയുടെ കരുത്ത്, അടിയന്തര പ്രതികരണ സംവിധാനങ്ങളുടെ വേഗം, ഇവ ഒറ്റക്കെട്ടായ ലോകത്തോട് ഇന്ത്യ പറയുന്ന സന്ദേശമാണ് ഇന്ത്യ ഇനി ആരുടെയും കളിപ്പാട്ടമല്ല എന്ന്. മോദി സർക്കാരിന്റെ ശത്രു ഭീഷണി എവിടെയുണ്ടോ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിയെന്ന ദേശീയ സുരക്ഷാ നയം ഇപ്പോൾ പ്രത്യക്ഷ യാഥാർത്ഥ്യമാണ്. ഈ കരുത്തിന്റെ പ്രകടനം വെറും അഭ്യാസമല്ല, പാകിസ്ഥാൻ വർഷങ്ങളായി വളർത്തിവെച്ച അതിർത്തി തീവ്രവാദത്തെയും പ്രോക്സി കളിക്കാരെയും മുഖത്തു നോക്കി വെല്ലുവിളിക്കുന്ന, താക്കീത് നൽകുന്ന ശക്തമായ മുന്നറിയിപ്പാണ്. ഇന്ത്യയുടെ പ്രതിരോധ ശക്തിക്ക് ഇനി പരിധികളില്ല. അക്രമമോ അതിക്രമമോ കാണിച്ചാൽ അത് ഏത് ദിശയിൽ നിന്ന് വന്നാലും ഇന്ത്യ കഴിവും ധൈര്യവും ഉപയോഗിച്ച് തിരിച്ചടിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് ഈ പ്രകടനം തെളിയിക്കാൻ പോകുന്നത്. പാകിസ്ഥാൻ വ്യോമാതിർത്തിക്ക് തൊട്ടടുത്ത് അറബിക്കടലിന് മുകളിലാണ് വമ്പൻ വ്യോമാഭ്യാസം നടത്താൻ ഇന്ത്യൻ വ്യോമസേന തീരുമാനിച്ചിരിക്കുന്നത്. ഈ വരുന്ന ഡിസംബർ 10-11 തീയതികളിലായിരിക്കും പാകിസ്ഥാനെ വിറപ്പിക്കുന്ന വ്യോമാഭ്യാസം നടക്കുക. കറാച്ചിയിൽ നിന്ന് വെറും 200 നോട്ടിക്കൽ മൈലും പാകിസ്ഥാൻ നിയന്ത്രിത വ്യോമാതിർത്തിയിൽ നിന്ന് ഏകദേശം 70 നോട്ടിക്കൽ മൈലും മാത്രം അകലെയാണ് ഈ അഭ്യാസം സംഘടിപ്പിക്കുന്നത്. തന്ത്രപരമായി അതീവ സുപ്രധാനമായ ഈ മേഖലയിൽ ഇന്ത്യയുടെ വ്യോമശേഷി വ്യക്തമായി പ്രദർശിപ്പിക്കാനുള്ള തീരുമാനമാണ് ഇന്ത്യൻ വ്യോമസേന കൈക്കൊണ്ടിരിക്കുന്നത്. പ്രതിരോധവും വ്യാപാര മാർഗങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന അറബിക്കടലിന്റെ പടിഞ്ഞാറൻ ഭാഗത്താണ് ഈ അഭ്യാസം. യുദ്ധ സാഹചര്യങ്ങൾ, രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ, ശത്രുക്കളുടെ വ്യോമാക്രമണത്തെ പ്രതിരോധിക്കൽ തുടങ്ങിയ വിവിധ സാഹചര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് പരിശീലനം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സുഖോയ് 30 MKI, റഫാൽ, ജാഗ്വർ തുടങ്ങിയ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ഈ വ്യോമാഭ്യാസത്തിൽ പങ്കെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. പാകിസ്ഥാന്റെ തീരദേശ വ്യോമാതിർത്തിക്ക് ഇത്രയധികം സമീപത്ത് ഇന്ത്യ നടത്തുന്ന ഏറ്റവും വലിയ വ്യോമാഭ്യാസങ്ങളിൽ ഒന്നാകും ഇത്. പ്രദേശത്തെ സുരക്ഷാ സന്തുലനം വ്യക്തമാക്കുന്നതിനോടൊപ്പം സമുദ്രാതിർത്തിയിലെ ഇന്ത്യൻ നിയന്ത്രണം ശക്തമായി ഉറപ്പിക്കുന്ന സന്ദേശം കൂടിയാകും ഈ വ്യോമാഭ്യാസം നൽകുക എന്നാണ് പ്രതിരോധ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. നടക്കാൻ പോകുന്ന വ്യോമശക്തി പ്രകടനം പാകിസ്ഥാന് പറഞ്ഞു കൊടുക്കുന്നത് ഒരു കാര്യമാണ്: ഇനി സഹനത്തിന്റെ അതിരുകളിൽ ഇന്ത്യ തടഞ്ഞു നിൽക്കില്ല എന്ന്. അതിർത്തി ഭീഷണികൾ, അനാവശ്യ പ്രകോപനങ്ങൾ, പ്രോക്സി ആക്രമണങ്ങൾ, ഇത്തരം നെറുകേടുകളിൽ ഇനിയും ഇന്ത്യ ഒരിക്കലും മൗനം പാലിക്കില്ല എന്ന് വ്യക്തമാക്കുന്ന അവസാന മുന്നറിയിപ്പ് തന്നെയാകും ഇത്. മോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ഇന്ന് ലോകം കാണുന്ന തരത്തിൽ വളർന്നു കഴിഞ്ഞു. ഇന്നത്തെ ഇന്ത്യക്ക് മുന്നിൽ ഒരു ദൗർബല്യവുമില്ല. അതിശക്തിയും കൃത്യതയും നിറഞ്ഞ പ്രതിരോധ രാഷ്ട്രമാണ് ഇന്നത്തെ ഇന്ത്യ എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. പാകിസ്ഥാൻ ഇപ്പോഴും പഴയകാലത്തിന്റെ തെറ്റായ ധാരണകളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന് വേണം പാകിസ്ഥാന് ഇന്ത്യയെ ഒന്ന് ചൊറിയാനുള്ള ചില വ്യഗ്രതകൾ കണ്ടാൽ മനസ്സിലാക്കാൻ. എന്നാൽ ഇന്ത്യയുടെ അതിർത്തിയെ വെല്ലുവിളിക്കുന്നത് ഇനിയൊരു രാഷ്ട്രത്തിനും സുരക്ഷിതമല്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ഈ പ്രകടനം യുദ്ധമെന്നോ സംഘർഷമെന്നോ ലക്ഷ്യമാക്കിയുള്ളതല്ല. പക്ഷെ ഇന്ത്യ ഒരു സമാധാന രാഷ്ട്രമാണെങ്കിലും ആകാശം, ഭൂമി, ജലം എന്നിവ വഴി ഏത് തരത്തിലുള്ള പ്രകോപനവും ആക്രമണവും ഉണ്ടായാലും തന്റേതായ കഴിവും ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ സംരക്ഷിക്കാൻ തയ്യാറായ സൂപ്പർ പ്രതിരോധ ശക്തിയാണ് ഇന്നത്തെ ഇന്ത്യ എന്ന് ലോകമെങ്ങും ഉറക്കെ പ്രഖ്യാപിക്കുന്ന ദിനങ്ങളാവുമ്പോൾ ഇത് ഇന്ത്യയുടെ അവസാന മുന്നറിയിപ്പാണ്. സമാധാനം ആഗ്രഹിക്കുന്നവർക്കും ചാമ്പലായി മാറാൻ ശ്രമിക്കുന്നവർക്കും ഒരുപോലെ അവസാനമായി ഇന്ത്യ കൊടുക്കുന്ന മുന്നറിയിപ്പ്.